ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ദീപാവലിക്ക് ആവാനായതുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്വീറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജിലേബിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ജിലേബി അല്ലെങ്കിൽ ജാഗിരി എന്നൊക്കെ പറയും കേട്ടോ. ഈ ഒരു റെഡ് കളറിലുള്ള, അതായത് ഒരു ഓറഞ്ച് റെഡ് കളറിലുള്ള ജിലേബിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ഉഴുന്ന് നന്നായിട്ട് കുതിർത്ത് ഒരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തം ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം പിന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ നമ്മൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉഴുന്നവടക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടൊക്കെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഉഴുന്ന് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ ഇതാ ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കളർ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കളർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ജിലേബിക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അരച്ചെടുത്തിട്ടുള്ള ആ വെള്ളം പിന്നെ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ജിലേബിയുടെ മാവ്. ഇനി നമ്മൾ ഇത് പൈപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതുപോലൊരു നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന ഒരു പൈപ്പിംഗ് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് കട്ടിയായിട്ടുള്ള പഞ്ചസാര പാനി വേണ്ട കേട്ടോ. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഈ ജിലേബിൻ്റെ ഉള്ളിലേക്ക് പാനി കയറില്ല. അപ്പോൾ ഒരുപാട് കട്ടിയാവാതെ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു പാനിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ. പിന്നെ ഇതിലേക്ക് നമ്മൾ മാവിലേക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല അതേ ഓറഞ്ച് റെഡ് ഫുഡ് കളർ ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഉരുകി വരും. പിന്നെ ഒരുപാട് നമുക്ക് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏലക്കപ്പൊടിയുടെയൊക്കെ ഫ്ലേവർ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെയ്യിൻ്റെ ഫ്ലേവർ വേണ്ടവർക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു പരന്ന പാത്രമാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്കൊരു 3-4 ഒപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അത് നമ്മുടെ ജിലേബിയുടെ മാവ് ഞാൻ ഇതുപോലൊരു ബാഗിലാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, പൈപ്പിംഗ് ബാഗിൽ. ഇനി ഇതിൻ്റെ ഈ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി.
പിന്നെ ജിലേബി പൊരിച്ചെടുത്തിട്ട് പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പാനി നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചൂടാറിയതിപ്പോൾ ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുത്തിട്ട് ഈ ചൂടുള്ള പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ജിലേബി പൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു 3 ചുറ്റൽ ചുറ്റിച്ചതിന് ശേഷം പിന്നെ അതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നടുക്കൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാനി ചൂടില്ലെങ്കിൽ ഒന്ന് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചൂടുള്ള ജിലേബി ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറും കേട്ടോ. പിന്നെ ഒരുപാട് പഞ്ചസാര പാനി തിക്കായിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള പാനിയാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനി നമ്മൾ അടുത്ത ബാച്ച് പൊരിച്ചെടുക്കുന്നത് വരെ ഇതിലിട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പാനി കയറിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് പാനിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉള്ളിലൊക്കെ പഞ്ചസാര പാനി കയറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത് പൊരിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്